1948 ഇസ്രയേൽ രൂപീകൃതമാകുന്നു. ആ ഇസ്രയേൽ എന്ന ചെറു രാജ്യം രൂപീകൃതമാകുമ്പോൾ ആ രാജ്യത്തിനെതിരെ വോട്ട് ചെയ്ത, അത് രൂപീകരിക്കുന്നതിനെതിരെ വോട്ട് ചെയ്ത ഒരു രാജ്യമാണ് ഇന്ത്യ. അന്ന് നെഹ്റു ആയിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി. പക്ഷേ ഇസ്രയേൽ എന്ന് പറയുന്ന ആ ഒരു കൊച്ചു രാജ്യം 1971 ഇന്ത്യ പാക് യുദ്ധമുണ്ടായപ്പോൾ നമുക്ക് ആയുധങ്ങൾ നൽകി സഹായിച്ചു. അവർക്കെതിരെ വോട്ട് ചെയ്തത് ആ സമയം അവർ ഓർത്തില്ല. ആപത്തിൽ അവർ ഓടി എത്തുക തന്നെ ചെയ്തു. അന്ന് ഇറാന് വേണ്ടി ഇസ്രായേൽ കരുതി വെച്ചിരുന്ന ആയുധങ്ങളാണ് അന്നത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ഗോൾഡ് മേയർ ഇന്ത്യക്ക് നൽകിയത് എന്നുകൂടി ഈ അവസരത്തിൽ നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. പിന്നീട് കാലങ്ങൾ മുൻപോട്ട് പോയി. ആണവ പരീക്ഷണത്തെ തുടർന്ന് ഇന്ത്യക്കെതിരെ ഉപരോധമായി. കാർഗിൽ യുദ്ധം വന്നു. ഇന്ത്യക്ക് ആയുധങ്ങൾ കൊടുക്കുകയോ സഹായിക്കുകയോ ചെയ്യരുതെന്ന് അമേരിക്ക തിട്ടൂരമിറക്കി. ആ തിട്ടൂരമിറക്കുക മാത്രമല്ല, ഇന്ത്യൻ സൈനികർക്ക് വഴി കാട്ടിയിരുന്ന GPS സംവിധാനം മുടക്കി. ആയുധങ്ങൾ നൽകാതെയായി. ഒരു രാജ്യവും ഇന്ത്യയെ സഹായിക്കാതെ അങ്ങനെ യുദ്ധഭൂമിയിൽ ആയുധങ്ങളുടെ കുറവും ഇല്ലെങ്കിൽ സാങ്കേതിക വിദ്യകളുടെ കുറവും മൂലം പതറി നിന്ന ഇന്ത്യൻ സൈന്യത്തിന് കരുത്തായത് ഇസ്രയേൽ തന്നെയായിരുന്നു. നമ്മുടെ മിറാഷ് 2000 എന്ന് പറയുന്ന യുദ്ധവിമാനത്തിൽ ഘടിപ്പിക്കാനുള്ള ലേസർ നിയന്ത്രിത ആയുധങ്ങൾ തന്നത് ഇസ്രായേലാണ്. ഈ ലേസർ നിയന്ത്രിത ആയുധങ്ങളാണ് കാർഗിലിന്റെ മലനിരകളിൽ തമ്പടിച്ചിരുന്ന ശത്രുക്കളുടെ ക്യാമ്പുകൾ ഒന്നൊന്നായി ഇന്ത്യ കത്തിച്ചു തീർത്തത് എന്ന് നാം ഈ അവസരത്തിൽ ഓർക്കേണ്ടതായിട്ടുണ്ട്. GPS സൗകര്യങ്ങൾ അടക്കം അമേരിക്ക നമുക്ക് നിഷേധിച്ചപ്പോൾ ഇസ്രായേൽ അമേരിക്കയുടെ തിട്ടൂരം വകവെക്കാതെ, ആ ഉത്തരവ് വകവെക്കാതെ ഇന്ത്യക്ക് അവരുടെ സൈനിക ഉപഗ്രഹങ്ങൾ നൽകി, ചിത്രങ്ങൾ നൽകി. ആ ചിത്രങ്ങളും ഉപഗ്രഹ സംവിധാനങ്ങളും ഒക്കെയാണ് ഇന്ത്യൻ സൈന്യത്തിന് വഴികാട്ടുക മാത്രമല്ല വിജയ പതാക പാറിക്കുന്നതിനും ഇടയാക്കിയത്. ഒപ്പം തന്നെ ഹൈറോ എന്ന് പറയുന്ന ഒരു ഡ്രോൺ സംവിധാനവും ഇന്ത്യക്ക് നൽകി. ഈ ഡ്രോൺ കൊടുക്കരുതെന്ന് അമേരിക്ക പരസ്യമായി തന്നെ ഇസ്രായേൽ താക്കീത് നൽകിയതാണ്. പക്ഷെ അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇസ്രായേൽ നൽകുക തന്നെ ചെയ്തു. അതായത് ഈ യുദ്ധം, കാർഗിൽ യുദ്ധം കൊടുമ്പിരി കൊണ്ടപ്പോൾ ഇന്ത്യൻ ആയുധപ്പുരകൾ കാലിയാകാതെ നോക്കിയതും ഇസ്രായേലായിരുന്നു. കാലിയാകുന്നതനുസരിച്ച് ആയുധങ്ങൾ നൽകി ഇന്ത്യയുടെ ആയുധപ്പുരകൾ നിറച്ചതും ഇസ്രായേൽ തന്നെയായിരുന്നു. ആ ഇസ്രായേൽ റഷ്യയെ പോലെ തന്നെ എക്കാലവും ഇന്ത്യക്ക് വിശ്വസ്തനായ സുഹൃത്താണ്. എക്കാലവും നമുക്ക് ആപത്തിൽ നിലകൊണ്ടിട്ടുള്ള സുഹൃത്താണ്. നെഹ്റുവും കോൺഗ്രസ് സർക്കാരുകളും മകർന്ന ഇസ്രായേലിനെ ചേർത്ത് നിർത്തിയത് മോദിയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇതൊക്കെ എന്തിനാണ് ഇപ്പോൾ പറയുന്നത് ചോദിച്ചാൽ, അടുത്ത മാസം ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ ഒരു കരാർ ഒപ്പുവെക്കുന്നുണ്ട്. ഒരു വലിയ സ്വതന്ത്ര വ്യാപാര കരാർ. അതിൻ്റെ ആദ്യഘട്ടം കഴിഞ്ഞ മാസം ഒപ്പുവെച്ചിരുന്നു. 66,000 കോടിയുടെ ആയുധ ഇടപാടുകളുമായിട്ടാണ് ആ കരാർ ഒപ്പുവെച്ചത്. അനവധി ഇസ്രായേലി ആയുധ കമ്പനികൾ ഇതിനോടകം തന്നെ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. അദാനിയും ടാറ്റയുമായി ചേർന്ന് ആയുധങ്ങൾ നിർമ്മിക്കുന്നുണ്ട്, ഡ്രോണുകൾ നിർമ്മിക്കുന്നുണ്ട്. കൂടുതൽ ആയുധ ഫാക്ടറികൾ തുറക്കുവാനുള്ള കരാറാണ് വെച്ചത്. അടുത്ത മാസം ഒരു വമ്പൻ കരാറാണ് വെക്കുന്നത്. അതായത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വന്നതിന് സമാനമായി ബെഞ്ചമിൻ നെതന്യാഹു ഇന്ത്യയിലെത്തും. അതിന് മുന്നോടിയായിട്ട് നമ്മളെ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നതിനാണ് ഈ വാർത്ത ഇപ്പോൾ നമുക്ക് നൽകേണ്ടി വന്നത്. ന്യൂസ് ഡെസ്ക്.